ക്രിസ്തുയേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ നോമ്പിൻ്റെ ഈ അനുഗ്രഹീതമായ 20-ാം ദിവസത്തിൽ നാം അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ആമേൻ. ഈ തിരുവചനത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മുഴുവൻ രഹസ്യവും അടങ്ങിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ഒരു അത്യന്തം ലളിതമായ ഉപമയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുന്തിരിവള്ളിയും കൊമ്പുകളും. മുന്തിരിവള്ളിയിൽ നിന്നാണ് കൊമ്പിന് ജീവൻ ലഭിക്കുന്നത്. വള്ളിയിൽ നിന്ന് വേർപെട്ട കൊമ്പുകൾക്ക് ജീവനില്ല, അതിന് ഫലം കായ്ക്കുവാനും കഴിയുകയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതവും. ക്രിസ്തുവിൽ നാം നിലനിൽക്കുമ്പോൾ, ആ ക്രിസ്തുവിനോട് കൂടെ നിലനിൽക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ഫലപ്രദമാകുന്നത്. സ്നേഹിതരെ, ഇന്നത്തെ ലോകത്തിൽ മനുഷ്യർ പല കാര്യങ്ങളിലും അതിവേഗം വിജയിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനായി ധനം, പ്രശസ്തി, അധികാരം ഇവയെല്ലാം മനുഷ്യർ അന്വേഷിക്കുന്നു. അതിൻ്റെ പിന്നാലെയുള്ള ഓട്ടത്തിലാണ്. പക്ഷേ യേശു തമ്പുരാൻ ഒരു വലിയ സത്യം നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വചനത്തിലൂടെ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇത് വളരെ ആഴമുള്ള ഒരു വാക്കാണ്. നമ്മുടെ ബുദ്ധി, ശക്തി, കഴിവ്, ധനം ഇവയെല്ലാം ഉണ്ടായാലും ദൈവകൃപയില്ലാത്ത ജീവിതം ശൂന്യമായി തീരും. ആമേൻ. അതാണ് സങ്കീർത്തനം 127-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നത്. യഹോവ വീട് പണിയാതെ ഇരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു എന്നാണ്. അതിനാൽ ഈ വിശുദ്ധ നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊരു വലിയ സത്യമാണ്. ദൈവത്തോടുള്ള ബന്ധം അത് നമ്മൾ പുനഃസ്ഥാപിക്കുക. അതാണ് ഈ വിശുദ്ധ നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ആ വലിയ സത്യം. ആമേൻ. ദൈവമക്കളെ, ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ ചേർന്നിരിക്കുമ്പോൾ അതിന് സ്വയം ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. വള്ളിയിൽ നിന്നുള്ള ജീവൻ അതിലേക്ക് ഒഴുകിയെത്തും. അപ്പോൾ സ്വാഭാവികമായി അത് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതവും. നാം ക്രിസ്തുവിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്നേഹം, സമാധാനം, ധൈര്യം, ക്ഷമ, ദയ ഇവ സ്വാഭാവികമായി വളരും. പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല എന്നാണ്. അങ്ങനെയാണ് അവിടെ നാം കാണുന്നത്. ക്രിസ്തുവിൽ നിലനിൽക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ഫലങ്ങൾ തെളിഞ്ഞു കാണാം. ആമേൻ. പക്ഷേ ഒരു കൊമ്പ് വള്ളിയിൽ നിന്നും വേർപെട്ടാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായി അത് ഉണങ്ങിപ്പോകും. അത് തീർച്ചയാണ്. അതുപോലെ തന്നെയാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യ ജീവിതം.
പ്രാർത്ഥനയില്ലാത്ത ജീവിതം, ദൈവവചനമില്ലാത്ത ജീവിതം, സഭാ ജീവിതമില്ലാത്ത ജീവിതം, ഇവയെല്ലാം പതുക്കെ പതുക്കെ ആത്മാവിനെ ഉണങ്ങിപ്പോകുവാൻ ഇടയാക്കും ദൈവം. വിശുദ്ധ യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിലും വസിക്കുമെന്നാണ്. പ്രിയ ദൈവമക്കളെ, ഇതൊരു ക്ഷണമാണ്, ദൈവത്തിന്റെ ക്ഷണം, നമ്മെ തന്റെ സാന്നിധ്യത്തിലേക്ക് വിളിക്കുന്ന ക്ഷണം. ഈ വിശുദ്ധ നോമ്പ് കാലം ഈ ക്ഷണം സ്വീകരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്, ഏറ്റവും അനുയോജ്യമായ കാലമാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കാം, ദൈവ വചനം വായിക്കാം, പാപത്തിൽ നിന്ന് മുക്തി നേടാം. അപ്പോൾ നമ്മുടെ ആത്മാവ് വീണ്ടും ജീവൻ പ്രാപിക്കും. ഒരു വിശുദ്ധന്റെ വാക്കുണ്ടിങ്ങനെ, ദൈവത്തോട് അടുത്തു നിൽക്കുന്ന ആത്മാവ് എപ്പോഴും ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയാണ് എന്ന്. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ദൈവത്തിനായി ഫലം കായ്ക്കുന്ന നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണം. നമ്മുടെ വാക്കുകൾ സ്നേഹത്തിന്റെ വാക്കുകളാകണം. നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ യേശു തമ്പുരാൻ പറയുന്നു, ഇങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തിയെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്നാണ്. അതിനാൽ സഹോദരങ്ങളെ, ഇന്ന് ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ അടിയുറച്ചു നിൽക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ സ്നേഹത്തിൽ നാം അവനോട് ചേർന്ന് നിൽക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം ദൈവം അനുഗ്രഹിക്കുന്ന അത്ഭുതകരമായ ഫലം കായ്ക്കും. ഈ വിശുദ്ധ നോമ്പിന്റെ ഈ സമയത്ത് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങളെ നിന്റെ മുന്തിരിവള്ളിയിൽ ചേർത്തു നിർത്തണമേ. നിന്റെ കൃപയാൽ ഞങ്ങളുടെ ജീവിതം ഫലം കായ്ക്കുമാറാകണം. ഈ അവസരത്തിൽ നമുക്കങ്ങനെ പ്രാർത്ഥിക്കാം. സർവ്വതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.